എല്ലാ കൂട്ടുകാർക്കും BRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ടൂട്ടാ പഹിയ എന്ന കവിതയാണ്. കവിത എഴുതിയത് ധർമ്മവീർ ഭാരതിയാണ്. ടൂട്ടാ പഹിയ കവിത. അപ്പോൾ കൂട്ടുകാർ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നിരീക്ഷിക്കുക. കവിതയുടെ ആശയം മനസ്സിലാക്കുക. കാരണം പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ആസ്വാദന ടിപ്പണി എഴുതാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ കൂട്ടുകാർ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുകയും ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ കവിതയിലോട്ട് പോവാം. കവിതയുടെ പേര് ടൂട്ടാ പഹിയ, ധർമ്മവീർ ഭാരതി. നോക്കാം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആ കവിത. मैं मृद का टूटा हुआ पहिया हूँ. टूटा पहिया സ്വയം പറയുകയാണ്. मैं मृद का टूटा हुआ पहिया हूँ. ഞാൻ രഥത്തിലെ, मैं रथ का ഞാൻ രഥത്തിലെ, ടൂട്ടാ ഹുവ പഹിയാഹും പൊട്ടിപ്പോയ, ടൂട്ടാ ഹുവ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോയ, പഹിയാഹും പഹിയാം എന്ന് പറഞ്ഞാൽ ചക്രം. അപ്പോൾ ടൂട്ടാ പഹിയ സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഞാൻ രഥത്തിൽ നിന്ന് പൊട്ടിപ്പോയ ഒരു ചക്രമാകുന്നു. ലേക്കിൻ മുജെ ഫേങ്കോ മത്, എന്നാൽ എന്നെ നിങ്ങൾ ഉപേക്ഷിക്കരുത്, എറിയരുത്. ഫേങ്കോ, ഫേങ്കിന എറിയുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. അപ്പോൾ ടൂട്ടാ പഹിയ സ്വയം പറയുകയാണ്, ഞാൻ രഥത്തിൽ പൊട്ടിയ ഒരു ചക്രമാണ്, എന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, എറിയരുത്. ഫേങ്കോ മത് ക്യാ ജാനെ കബ് ഇസ് ദുരൂഹ ചക്ര വ്യൂഹമേയും. ക്യാ ജാനെ എന്തറിയാനാണ്, ജാനെ കബ്, കബ് എപ്പോൾ, ഇസ് ദുരൂഹ ചക്രവ്യൂഹമേയും ചക്രവ്യൂഹത്തില്, ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തില്, അക്ഷഹുണി സേനാവും കോ ചുനൗത്തി ദേത്തെ ഹുയെ കോയി ദുസ്സാഹസി അഭിമന്യു ആക്കർ ഗിർ ജായെ. കാരണം ഇതാണ്, അക്ഷൗഹിണി സേനാവും, അക്ഷൗഹിണി സേനാവും സേന എന്താണ്, അക്ഷൗഹിണി സേന കുതിര പട്ടാളക്കാർ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന, കോ ചുനൗത്തി ദേത്തെ ഹുയെ, ചുനൗത്തി ദേത്തെ ഹുയെ അവർക്ക് വെല്ലുവിളി ഉണ്ടാക്കുന്ന, ചുനൗത്തി ദേത്തെ ഹുയെ കോയി ദുസ്സാഹസി അപ്പോൾ അവർക്ക് വെല്ലുവിളി ഉണ്ടാക്കുന്ന ഏതെങ്കിലും ദുസ്സാഹസി അഭിമന്യു ആക്കർ, ഇദ്ദേഹം ദുസ്സാഹസി എടുത്തുചാട്ടക്കാരനായ അഭിമന്യു ആക്കർ ഗിർ ജായെ, ഏതെങ്കിലും അഭിമന്യു ഈ ചക്രവ്യൂഹത്തിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പനെ പക്ഷക്കോ സത്യ ജാൻത്തെ ഹുയേ ഭി, തൻ്റെ പക്ഷത്തെ അസത്യമെന്ന് ജാൻത്തെ ഹുയേ അറിഞ്ഞുകൊണ്ടായിട്ടും, ഹുയേ ഭി ബെഡേ ബെഡേ മഹാരഥി, അത് അസത്യമെന്ന് അറിഞ്ഞിട്ടും കൂടെ വലിയ വലിയ മഹാരഥികൾ, അതായത് യുദ്ധവീരന്മാർ, മഹാരഥികൾ, ചക്രവർത്തിമാർ, അഖേലി ഒറ്റയ്ക്ക്, അഖേലി നിഹത്തി ആവാസുക്കോ അസ്ത്രങ്ങൾ കയ്യിലില്ലാതെ, നിഹത്തി അസ്രഹീൻ അതായത് കയ്യിൽ ആയുധമില്ലാതെ, ആവാസ് ഒച്ചക്കോ അപ്പനെ ബ്രഹ്മാസ്ത്രോം സേ കുചൽ ദേനെ ചാഹേ തബ് മെയും രഥ് കാ ടൂട്ടാ ഹുവ പഹിയ ഉസ്കെ ഹാത്തോ മെയും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കൂ, ബെഡേ ബെഡേ മഹാരഥി വലിയ വലിയ പോരാളികൾ, അഖേലി നിഹത്തി ഒറ്റയ്ക്ക് അസ്ത്രമില്ലാതെ നിലവിളിക്കുമ്പോൾ അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ, അപ്പനെ ബ്രഹ്മാസ്ത്രോം സേ കുജൽ ദേന, അപ്പനെ ബ്രഹ്മാസ്ത്രം തൻ്റെ കയ്യിലുള്ള എല്ലാ ബ്രഹ്മാസ്ത്രങ്ങളും കുജൽ ദേന എന്ന് പറഞ്ഞാൽ നഷ്ടമാകുക, കയക്കി എറിയുക എന്നൊക്കെയാണ് അർത്ഥം. കുജൽ ദേന ചാഹേ തബുമയും, അപ്പോൾ അവരുടെ കയ്യിലുള്ള എല്ലാ ബ്രഹ്മാസ്ത്രങ്ങളും നഷ്ടമാകുമ്പോൾ, തബുമയും രഥിക്ക ടൂട്ടാ ഹുവ പഹിയ, ആ സമയത്ത് ഈ പൊട്ടിപ്പോയ രഥത്തിൽ നിന്ന് വേർപെട്ടു പോയ ചക്രം പഹിയ ഉസ്കെ ഹാത്തുമയും അവരുടെ കൈകളിലെ, ബ്രഹ്മാസ്ത്രോം സേ ലോഹാലെ സക്താഹും അപ്പോൾ ആ പൊട്ടിപ്പോയ ചക്രം വെച്ച് അവർക്ക് എന്തു ചെയ്യാൻ പറ്റും, ഈ ബ്രഹ്മാസ്ത്രത്തിനെയും ധീരതയോടുകൂടി, ലോഹാലെ ലോഹാലേന നിന്ന് ധീരതയോടുകൂടി ആ ബ്രഹ്മാസ്ത്രത്തോട് പൊരുതാൻ ഉപകാരപ്പെടും.
അപ്പോൾ ഉപകാരപ്പെടും. ഈ ടൂട്ടാ ഹുവ പഹിയ, അതായത് പൊട്ടിപ്പോയ ഈ ചക്രം ആ സമയത്ത് ഈ പോരാളിയെ സഹായിക്കാൻ ഉപയോഗപ്പെടും എന്ന് പറയുകയാണ് ടൂട്ടാ പഹിയ. വീണ്ടും പറയുകയാണ്, മെയിം രഥിക ടൂട്ടാ ഹുവ പഹിയാഹും, ഞാൻ രഥത്തിൽ നിന്ന് പൊട്ടിപ്പോയ ഒരു ചക്രമാകുന്നു. പഹിയാഹും ലേക്കിൻ മുജെ ഫേങ്കോ മത്, എന്നെ നിങ്ങൾ എറിഞ്ഞു കളയരുത്. ഫേങ്കോ മത്ത് ഇതിഹാസവും കി സാമൂഹിക ഗതി, ഇനി നമ്മുടെ ഇതിഹാസം, ചരിത്രത്തിൻ്റെ സാമൂഹികമായ ഗതി മുന്നോട്ട് പോക്ക്. സഹസ ചൂട്ടി പടി ജാനേ പർ, ഇനി അതിൻ്റെ മുന്നോട്ടുള്ള പാതയിൽ എന്തെങ്കിലും ചൂട്ടി കാപട്യം, അസത്യം, ജാനേ പർ, അസത്യം ഉണ്ടാകുമ്പോൾ ക്യാ ജാനെ സച്ചായി ടൂട്ടേ ഹുയേ പഹിയോം കാ ആശ്രയിലെ, ആ സമയത്ത് സത്യം എന്ന് പറയുന്നത് ഈ പൊട്ടിപ്പോയ ചക്രത്തിനെ പോലെയാണ്. കൂട്ടുകാരെ, ഈ കവിത ടൂട്ടാ പഹിയ ഒരു പ്രതീകാത്മക കവിതയാണ്. ധർമ്മവീർ ഭാരതിയുടെ ടൂട്ടാ ഹുവ പഹിയ एक प्रतीकात्मक कविता है. इस कविता में टूटा हुआ पहिया लघु मानव का പ്രതീക് ഹെ. കൂട്ടുകാരെ, ഈ കവിത ഒരു പ്രതീകാത്മക കവിതയാണ്. ഈ ടൂട്ടാ പഹിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ആൾക്കാരുടെ പ്രതീകമാണ്, ലഘു മാനവൻ്റെ പ്രതീകമാണ്. അതായത് നമ്മുടെ ഇതിഹാസത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി, സത്യത്തിലോട്ട് നയിക്കാൻ വേണ്ടി ഇതുപോലത്തെ ടൂട്ടാ പഹിയ, അതായത് ലഘു മനുഷ്യരുടെ സഹായവും നമ്മൾ ആശ്രയിക്കേണ്ടി വരും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ടൂട്ടാ പഹിയയുടെ പ്രയോജനം, അതിനാലാണ് ആ ടൂട്ടാ പഹിയെ ഉപയോഗിച്ചാണ് അഭിമന്യു എന്ത് ചെയ്തത്? ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട സമയത്ത് ഈ ടൂട്ടാ പഹിയെ ഉപയോഗിച്ച് ബ്രഹ്മാസ്ത്രത്തോട് പൊരുതി നിന്നത്. അപ്പോൾ സമൂഹത്തിലുള്ള ആരെയും നമ്മൾ തുച്ഛരായി കാണരുത്. അപ്പോൾ ലഘു മാനവത വാദ് പർ ആധാരിത് एक छोटी कविता है टूटा पहिया. धर्मवीर भारती द्वारा रची गई एक छोटी कविता है टूटा पहिया लघु मानव का प्रतीक है. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായി കാണും. ഒന്നുകൂടി നമുക്ക് നോക്കിയാലോ. മെയിം രഥിക ടൂട്ടാ ഹുവ പഹിയാഹും, ഞാൻ ഈ രഥത്തിൽ പൊട്ടിപ്പോയ ചക്രമാകുന്നു. ലേക്കിൻ മുജെ ഫേങ്കോ മത്, എന്നാൽ എന്നെ എറിയരുത്. क्या जाने कब इस दुरूह चक्रव्यूहमें अक्षौणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यു ആക്കർ ഗിർ ജായേ. അപ്പോൾ അറിഞ്ഞുകൂടാ ഇനി എപ്പോഴാണ് ഈ ചക്രവ്യൂഹത്തിൽ അക്ഷൗണി സേനയ്ക്ക് വെല്ലുവിളി ഉണ്ടാക്കിക്കൊണ്ട് ഏതെങ്കിലും ദുസ്സാഹസിയായ അഭിമന്യു വന്ന് അകപ്പെടുന്നത്. अपने पक्ष को असत्य जानते हुए भी, തൻ്റെ പക്ഷം, അതായത് തൻ്റെ ആ സേനയുടെ പക്ഷം അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ബെഡേ മഹാരഥി, വലിയ പോരാളികൾ അകേലി നിഹത്തി ആവാസുക്കോ, അവർ ഒറ്റയ്ക്ക് ആയുധമില്ലാതെ ഒച്ചയെടുക്കുന്നു, അതായത് നിലവിളിക്കുന്നു. അപ്പനെ ബ്രഹ്മാസ്ത്രവും സേ കുജൽ ദേന ചാഹേ, അപ്പോൾ അവരുടെ ആ ബ്രഹ്മാസ്ത്രത്തിനെ ചവിട്ടി മെതിച്ചുകൊണ്ട് അല്ലെങ്കിൽ കയക്കി എറിഞ്ഞുകൊണ്ട് ചാഹേ തബുമയും രഥിക ടൂട്ടാ ഹുവ പഹിയ ഉസ്കെ ഹാത്തുമയും, ആ സമയത്ത് ചക്രവ്യൂഹത്തിൽ അകപ്പെടുന്ന ആ സമയത്ത് പോരാളികളോട് യുദ്ധം ചെയ്യാൻ അവരുടെ കയ്യിൽ യാതൊരുവിധ ആയുധവുമില്ലാത്ത സമയത്ത് എന്നെപ്പോലത്തെ ടൂട്ടാ പഹിയ ഉപകാരപ്പെടും അവർക്ക്. उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. അപ്പം ആ സമയത്ത് ബ്രഹ്മാസ്ത്രത്തോട് ധീരമായി പൊരുതുന്നതിന് എന്നെപ്പോലത്തെ ടൂട്ടാ പഹിയ അവർക്ക് സഹായകമാകും. അപ്പം വീണ്ടും ടൂട്ടാ പഹിയ പറയുകയാണ്, മെയിം രഥിക ടൂട്ടാ ഹുവ പഹിയാഹും, ഞാൻ രഥത്തിലെ പൊട്ടിപ്പോയ ചക്രമാകുന്നു. ലേക്കിൻ മുജെ ഫേങ്കോ മത്, എന്നാൽ എന്നെ എറിയരുത്. ഇതിഹാസവും കി സാമൂഹിക ഗതി, ഇതിഹാസത്തിൻ്റെ സമൂഹികമായ ഗതി, അതിൻ്റെ മുന്നോട്ട് പോക്ക്. സഹസ ചൂട്ടി പടി ജാനേ പർ, അതായത് ചരിത്രവും എല്ലാം അസത്യത്തിലോട്ട് പോകുമ്പോൾ ക്യാ ജാനേ സച്ചായി ടൂട്ടേ ഹുയേ പഹിയോം കാ ആശ്രയിലെ, ആ സമയത്ത് സത്യം എന്ന് പറയുന്നത് എന്നെപ്പോലത്തെ പൊട്ടിപ്പോയ ചക്രത്തിൻ്റെ
അപ്പോൾ സത്യം എന്താണ്? സത്യത്തിന് ഹാനി സംഭവിക്കുമ്പോൾ ആ സത്യത്തിനെ അതിൻ്റേതായിട്ട് രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ ഇതുപോലത്തെ ടൂട്ടാപഹിയായ ലഘുമാനവൻ്റെ ആശ്രയം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സമൂഹത്തിലുള്ള എല്ലാവരെയും ഒരേ രീതിയിൽ കാണുക, ആരെയും തുച്ഛരായി കാണാതെ ഇരിക്കുക. ആരുടെ സഹായം വേണമെങ്കിലും നമുക്ക് സമയോചിതമായി ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരെയും നിസ്സാരരായി കാണരുത് എന്ന ഒരു സന്ദേശമാണ് നമുക്ക് ധർമ്മവീർ ഭാരതി ടൂട്ടാ ഹുവാ പഹിയ എന്ന കവിതയിൽ കൂടെ നൽകുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ കവിതയുടെ ആശയം മനസ്സിലായി കാണും. കൂട്ടുകാരെ, ഇതിൽ വേറെ ഒന്നുമല്ല പറയുന്നത്. ഈ ടൂട്ടാ ഹുവാ പഹിയ എന്ന് പറഞ്ഞാൽ ലഘുമാനവൻ്റെ, അതായത് സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. അവരുടെ സഹായവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അസത്യത്തിലോട്ട് പോകുന്ന നമ്മുടെ ഗതിയെ സത്യത്തിൻ്റെ മാർഗത്തിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കവിതയുടെ ആശയം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി. വീണ്ടും നമ്മൾ വേറൊരു വീഡിയോയിൽ കണ്ടുമുട്ടും.